ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന്, അതായത് 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ്. അത് ഓവനോ ഒന്നും ബീറ്ററോ ഒന്നും വേണ്ടാത്ത നല്ല അടിപൊളി കേക്കാണ്. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള സൂപ്പർ കേക്ക്. അപ്പം നമുക്ക് നേരെ കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ആ മുട്ടയിലേക്ക് നമുക്കിനി വേണ്ടതെന്ന് വെച്ചാൽ 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര. ഇനി പൊടിച്ച പഞ്ചസാര എടുക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് മുഴുവനായിട്ട് എടുക്കാം. 1 കപ്പ് മൈദക്ക് 1 കപ്പ് പഞ്ചസാര എന്നുള്ള രീതിയിൽ തന്നെ എടുക്കുക. അപ്പോൾ ഇനി ആ പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. നിങ്ങളുടെ അടുത്ത് വാനില പൗഡർ ആണെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അടിച്ചതിന് ശേഷം അതിലേക്ക് 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് മൈദയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അതും ചേർത്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുത്ത് ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കുറച്ച് ഒരു ഉള്ളിൽ ഫില്ലിങ് എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് കളറാണോ ഉള്ളത് ആ ഒരു കളർ ആഡ് ചെയ്യുക. ഇനി ചെറി ആണെങ്കിൽ ചെറി ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം, എന്തായാലും കുഴപ്പമില്ല. ഇനി ചോക്ലേറ്റിൻ്റെ പീസാണെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ നമ്മൾ കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അത് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള ഇഡ്ഡലി തട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പാത്രം ആവിയിൽ വെച്ചെടുക്കാനും പറ്റുന്നത് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ഓയിൽ പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ കൂട്ട് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ ഒന്നാമത് ഒഴിച്ചു കൊടുത്തത് കുറച്ച് ഓവർഫ്ലോയിങ് ആയിപ്പോയി. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു 5 ഇതാണല്ലോ ഉള്ളത്, എൻ്റെ കുഴിയാണല്ലോ ഉള്ളത്. ആ ഒരു കുഴിയിലേക്ക് 5 കുഴിയിലേക്ക് കണക്കായിട്ട് ബാറ്റർ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് നമ്മൾ 5 മിനിറ്റ് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കണം, ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്, അതുകൊണ്ട് വെറും 5 മിനിറ്റ് മതി, നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഒന്ന് നോക്കി നോക്കാം നമുക്ക് വെന്തിട്ടുണ്ടോ ഇല്ല. അപ്പോൾ സ്റ്റിക്കുമെല്ലാം ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പം നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.